Welcome my dear friends to a new lecture of KTU Mix. ഇന്ന് നമ്മൾ ഡിസ്കഷനിൽ വരുന്നത് MET 304 ഡൈനാമിക്സ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീനറി മൊഡ്യൂൾ 2-ലെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ആദ്യം ഫ്രീ വൈബ്രേഷനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ഡെറിവേഷൻ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്ന അണ്ടർ ഡാംഡ് ഫ്രീ വൈബ്രേഷൻ. ഈ ഡെറിവേഷൻ ചെയ്യാത്ത ആളുകൾ ഇതിൻ്റെ പ്രീവിയസ് വീഡിയോ ലെക്ചേഴ്സ് കാണാം, ഈ വീഡിയോ ലെക്ചേഴ്സ് കാണുക, കാരണം ഇത് കണ്ടിന്യൂസ് ആണ്. മൈ നെയിം ഇസ് മുഹമ്മദ് റെനീസ്, KT അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ME എഞ്ചിനീയറിംഗ് കോളേജ്, പെരിന്തൽമണ്ണ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഫ്രീ വൈബ്രേഷൻ്റെ ഈ ടോപ്പിക്ക് ഓൾറെഡി നമ്മൾ എങ്ങനെയാണ് മെക്കാനിക്കൽ വൈബ്രേഷൻ സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ദെൻ അഡീഷണലായിട്ട് ഇതാണ് സ്പ്രിങ്, ഒരു ഡാമ്പർ ഉണ്ടാവും, ദെൻ ഇക്വേഷൻ ഓഫ് മോഷൻ, അതിൽ നിന്ന് നമ്മളതിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. ആ സൊല്യൂഷന് ഡിഫറെൻറ്റ് കേസുകൾ വരാം, അണ്ടർ ഡാംഡ്, ഓവർ ഡാംഡ്, ക്രിട്ടിക്കൽ ഡാംഡ്. അപ്പോൾ ആ കേസുകളാണ് ഇനി പറയുന്നത്. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ ഫൈനലി കിട്ടിയിട്ടുള്ള സൊല്യൂഷൻ ഇതാണ്. നമ്മളെ ഫംഗ്ഷന് കിട്ടിയിട്ടില്ല, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് കിട്ടിയിട്ടുള്ള സൊല്യൂഷൻ ഈക്വൽ ടു ദിസ് വൺ, x ഈക്വൽ ടു a e റേസ് ടു മൈനസ് റോ പ്ലസ് റൂട്ട് ഓഫ് റോ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ഒമേഗ nt പ്ലസ് b ഇൻറ്റു e റേസ് ടു മൈനസ് റോ മൈനസ് റൂട്ട് ഓഫ് റോ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ഒമേഗ nt. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ സൊല്യൂഷൻ. അപ്പോൾ അതിനു മുമ്പ് കിട്ടിയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് D12. അത് കിട്ടിയില്ല മൈനസ് റോ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് റോ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ഒമേഗ n. ഓക്കെ, ഈ വാല്യൂസിന്, ഈ ഡി എന്ന് പറഞ്ഞിട്ടുള്ള സൊല്യൂഷൻ, കോൺട്രാക്ട് ഇക്വേഷൻ്റെ സൊല്യൂഷനിൽ റോയിൻ്റെ വാല്യൂവിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അണ്ടർ ഡാംഡ്, ഓവർ ഡാംഡ്, ക്രിട്ടിക്കൽ ഡാംഡ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അണ്ടർ ഡാംഡ് മീൻസ് റോയിൻ്റെ വാല്യൂ നമ്മൾ എടുക്കുന്നത്, അണ്ടർ ഡാംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ലെസ് ദാൻ 1 ആണ്. ദറ്റ് ഈസ് റോ, ഓൾറെഡി നമ്മൾ പറഞ്ഞു, റോ വാല്യൂ ലെസ് ദാൻ ലെസ് ദാൻ 1 ആണ്. റോ വാല്യൂ ലെസ് ദാൻ 1നെയാണ് നമ്മൾ അണ്ടർ ഡാംഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്തായിരുന്നു? D12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, D12 എന്ന് പറഞ്ഞാൽ മൈനസ് റോ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് റോ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ഒമേഗ n. ഇതായിരുന്നു നമ്മൾ സൊല്യൂഷൻ കിട്ടിയിട്ടുള്ളത്. ഇവിടെ റോയിൻ്റെ വാല്യൂ 1ൽ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്ന് ശ്രദ്ധിക്കുക, 1ൽ കുറവാണെങ്കിൽ ഈ വാല്യൂ, റോയിൻ്റെ വാല്യൂ 1ൽ കുറവാണെങ്കിൽ ചെറിയൊരു സംഖ്യ വരും, 1ൽ കുറവ്. അതേ മൈനസ് 1 വരുമ്പോൾ മൈനസ് വാല്യൂ വരും. അതുകൊണ്ട് ഈ ഒരു ബ്രാക്കറ്റിൽ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, ഒരു മൈനസ് നമുക്ക് പുറത്തെടുക്കാം. ഓക്കെ, മൈനസ് പുറത്തെടുക്കുമ്പോൾ ഈക്വൽ ടു മൈനസ് റോ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ്, ഇവിടെ ഒരു മൈനസ് പുറത്തെടുക്കുകയാണെങ്കിൽ മൈനസ് 1 ഇൻറ്റു ഇവിടെ നിന്നൊരു മൈനസ് റോ സ്ക്വയർ വരും, ദെൻ പ്ലസ് 1 വരും. ക്ലിയർ അല്ലേ? ദെൻ ഇതിന് മെയിൻ ബ്രാക്കറ്റ്, ദെൻ ഒമേഗ n. ഇങ്ങനെയല്ലേ വരിക? ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് റോ പ്ലസ് ഓർ മൈനസ്, ഈ റൂട്ട് മൈനസ് 1നെ നമുക്ക് എന്ത് ചെയ്യാം, i ആയിട്ട് കൊടുക്കാം. ഓക്കെ, i ഇൻറ്റു റൂട്ട് ഓഫ്, ഇതിനെ 1 മൈനസ് റോ സ്ക്വയർ ആയിട്ട് എഴുതാം, ഇൻറ്റു ഒമേഗ n. ഇത്രയേ ഉള്ളൂ. അപ്പോൾ D12 പറഞ്ഞ സൊല്യൂഷൻ നമുക്ക് അണ്ടർ ഡാംഡിൻ്റെ കേസിൽ കിട്ടുന്ന D12ൻ്റെ കോൺട്രാക്ട് ഇക്വേഷൻ സൊല്യൂഷൻ ഇതാണ്. അപ്പോൾ ടോട്ടൽ സൊല്യൂഷൻ എന്താണ്? ടോട്ടൽ സൊല്യൂഷൻ എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, ടോട്ടൽ സൊല്യൂഷൻ x ഓഫ് t ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? a e റേസ് ടു മൈനസ് റോ പ്ലസ് i ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് റോ സ്ക്വയർ ഇൻറ്റു ഒമേഗ nt. അത് ഫസ്റ്റ് പാർട്ട്, പ്ലസ് b ഇൻറ്റു e റേസ് ടു മൈനസ് റോ മൈനസ് i ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് റോ സ്ക്വയർ ഇൻറ്റു ഒമേഗ nt. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സൊല്യൂഷൻ പറഞ്ഞിട്ടുള്ളത്. ഈ ടോട്ടൽ സൊല്യൂഷനിൽ നമുക്ക് ഇതൊന്ന്, ഈ ഇക്വേഷൻ നമുക്കൊന്ന് ഇനി റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുള്ള എക്സിൻ്റെ സൊല്യൂഷൻ എന്തായിരുന്നു? e റേസ് ടു
എക്സിൻ്റെ സൊല്യൂഷൻ എന്തായിരുന്നു? എ ഇ റേസ് ടു മൈനസ് റോ പ്ലസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് റോ സ്ക്വയർ ഇൻറ്റു ഒമേഗ എൻ ടി പ്ലസ് ബി ഇ റേസ് ടു മൈനസ് റോ മൈനസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് റോ സ്ക്വയർ ഇൻറ്റു ഒമേഗ എൻ ടി. ഇതായിരുന്നു സൊല്യൂഷൻ. ഇതിനെ നമ്മൾ രണ്ട് സെപ്പറേറ്റ് ചെയ്യാം. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കിതാ ഒരു ഇ റേസ് ടു മൈനസ് റോ ഇൻറ്റു ഒമേഗ എൻ ടി ഉണ്ട്. അതേമാതിരി ഇവിടെ ഇ റേസ് ടു മൈനസ് റോ ഇൻറ്റു ഈ ഒമേഗ എൻ ടി ഉണ്ട്. ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ എങ്ങനെ വരും? ഇ റേസ് ടു മൈനസ് റോ ഒമേഗ എൻ ടി, പിന്നെ മെയിൻ ബ്രാക്കറ്റ് കൊടുക്കുക, പിന്നെ എ ഇൻറ്റു ഇ റേസ് ടു ഐ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് റോ സ്ക്വയർ ഇൻറ്റു ഒമേഗ എൻ ടി പ്ലസ് ബി ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് റോ സ്ക്വയർ 1 മൈനസ് റോ സ്ക്വയർ ഇൻറ്റു ഒമേഗ എൻ ടി. ഇങ്ങനെ വരും. ഈ ഇക്വേഷനിൽ നമുക്ക് ഇനിയും റീഅറേഞ്ച് ചെയ്യാം. ഇപ്പോൾ എ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടേമിന് അതിലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 1 മൈനസ് റോ സ്ക്വയർ ഇൻറ്റു ഒമേഗ എൻ. ഇതിനെ നമുക്ക് എന്താ പറയുക? ഒമേഗ എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. ഒമേഗ ഡി എന്താണ്? ഡാംപ്ഡ് നാച്ചുറൽ ഫ്രീക്വൻസി. ഓക്കെ. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും? നമ്മൾ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ് വാല്യൂ എന്താണ്? ഇ റേസ് ടു മൈനസ് റോ ഒമേഗ എൻ ടി ഇൻറ്റു എ ഇൻറ്റു ഇ റേസ് ടു ഐ ഇൻറ്റു ഒമേഗ ഡി ടി വരും. ഓക്കെ. പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു ഒമേഗ ഡി ടി. ക്ലിയർ ആണോ? ഇനി ഈ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഈ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഈ ഇക്വേഷനിൽ നമുക്ക് എ എന്ന് പറഞ്ഞിട്ടുള്ള ടേമിന് അല്ലെങ്കിൽ ഇ റേസ് ടുവിന് നമുക്ക് ആദ്യം എക്സ്പാൻഡ് ചെയ്യാം. കോസിൻ്റെ സൈൻ്റെയും ടേമിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. എങ്ങനെ എഴുതാം? ഇപ്പോൾ ഇ റേസ് ടു മൈനസ് റോ ഒമേഗ എൻ ടി ഇൻറ്റു എ ഇൻറ്റു ഇ റേസ് ടു ഐ. ഈ ടേമിന് എങ്ങനെ എഴുതാം? കോസ് ഒമേഗ ഡി ടി പ്ലസ് ഐ സൈൻ എന്ന് പറഞ്ഞ ടേമിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ട്രിഗ്നോമെട്രിയിൽ. ഇ റേസ് ടു ഐ ഒമേഗ ഡി ടിനെ എങ്ങനെ എഴുതാം? കോസ് ഒമേഗ ഡി ടി പ്ലസ് ഐ സൈൻ ഒമേഗ ഡി ടി. ക്ലിയർ ആണോ? പ്ലസ് ബി ഇൻറ്റു കോസ് ഒമേഗ ഡി ടി മൈനസ് ഐ സൈൻ ഒമേഗ ഡി ടി എഴുതിക്കൂടെ? ഇനി എന്ത് ചെയ്യണം? എ എന്ന് പറഞ്ഞിട്ടുള്ള ടേമിനെ ഇതിൽ കോമൺ ആയിട്ടുള്ളത് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ എങ്ങനെ എടുക്കാം? ഇ റേസ് ടു മൈനസ് റോ ഒമേഗ എൻ ടി. ഇപ്പോൾ എ കോസ് ഒമേഗ ഡി ടിയും ഇവിടെ ബി കോസ് ഒമേഗ ഡി ടി ഉണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു ഫസ്റ്റ് ടേമിൻ്റെ രണ്ടെന്ന് എടുത്തുമ്പോൾ കോസ് ഒമേഗ ഡി ടി. ക്ലിയർ ആണോ? പ്ലസ് അടുത്ത എങ്ങനെ എഴുതാം? ഒരു ഐ ഇൻറ്റു രണ്ടിന് സെക്കൻഡ് ടേമുകൾ എ മൈനസ് ബി, രണ്ടിലും സെക്കൻഡ് ടേം എടുത്തു ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി. ക്ലിയർ ആണോ? ഇനി അടുത്ത് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യണം. എ പ്ലസ് ബി ഇക്വേഷൻ നോക്കാം. ഇ റേസ് ടു മൈനസ് റോ ഒമേഗ എൻ ടി മെയിൻ ബ്രാക്കറ്റിൽ എ പ്ലസ് ബി ഇൻറ്റു കോസ് ഒമേഗ ഡി ടി പ്ലസ് ഐ സൈൻ പ്ലസ് ഐ ഇൻറ്റു എ മൈനസ് ബി ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി. ഈ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഇക്വേഷനിൽ ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു കോസ് ഒമേഗ ഡി ടി പ്ലസ് സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു സൈൻ. അപ്പോൾ ഇത് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്ന ടേമിലാണ്. അതിന് പകരം എന്ത് ചെയ്യണം? നമ്മൾ എ പ്ലസ് ബിക്ക് പകരം ഒരു സൈൻ ഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ടേം കൊടുക്കണം. ഇവിടെ എ മൈനസ് ബി ഐ ഇൻറ്റു എ മൈനസ് ബിക്ക് കോസ് ഫൈ എന്ന് പറഞ്ഞും കൊടുക്കണം. ഓക്കെ. ഇനി ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി കിട്ടും. അതെന്താണ്? സൈൻ എ പ്ലസ് ബി ആണ്. അപ്പോൾ ആ രീതിയിൽ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എ പ്ലസ് ബിക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം.
അതെങ്ങനെ കൊടുക്കാം? എ പ്ലസ് ബി. ഇപ്പോൾ ഇവിടെ നമുക്കൊരു പുട്ട് എന്ന് പറഞ്ഞിട്ടൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പുട്ട് ചെയ്യുന്നിട്ടുള്ള പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി. എന്തായിരുന്നു എ പ്ലസ് ബി? എ പ്ലസ് ബിക്ക് നമ്മൾ എക്സ് സൈൻ ഫൈ എന്ന് കൊടുക്കുക. ക്ലിയർ ആണോ? ഇനി എന്ത് ചെയ്യുക? ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇൻറ്റു എ മൈനസ് ബി ആണ്. ഐ ഇൻറ്റു എ മൈനസ് ബി. അതിനെ നമുക്ക് എക്സ് ഇൻറ്റു കോസ് ഫൈ എന്ന് പറഞ്ഞു കൊടുക്കാം. ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ, സ്മോൾ ലെറ്റർ എക്സ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ എന്താണ്? ഇ റേസ് ടു മൈനസ് റോ ഒമേഗ എൻ ടി ദെൻ മെയിൻ ബ്രാക്കറ്റിൽ എ പ്ലസ് ബി വന്നു. എ പ്ലസ് ബി വന്നു കഴിഞ്ഞാൽ എന്ത് കൊടുക്കണം? എ പ്ലസ് ബി വന്നു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു സൈൻ ഫൈ കൊടുത്തു, ഇൻറ്റു അടുത്ത ടൈം ഏതായിരുന്നു? കോസ് ഒമേഗ ഡി ടി ആണ്, പ്ലസ് ഐ ഇൻറ്റു എ മൈനസ് ബിക്കിന് എന്ത് കൊടുക്കുക? എക്സ് ഇൻറ്റു കോസ് ഫൈ ഇൻറ്റു റിമൈനിങ് ടൈം എന്തായിരുന്നു? സൈൻ ഒമേഗ ഡി ടി. കംപ്ലീറ്റ് ആയില്ലേ? ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് റോ ഒമേഗ എൻ ടി. ഇതിൽ ഒരു എക്സ് പുറത്തെടുക്കാം. ഇവിടെ ഞാൻ മെയിനായിട്ട് എക്സ് പുറത്തെടുത്തു. പിന്നെ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്. അതെന്താ എഴുതാം? സൈൻ എ പ്ലസ് ബി ആയിട്ട് എഴുതാം. സൈൻ ഒമേഗ ഡി ടി പ്ലസ് ഫൈ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ഇക്വേഷൻ. ഇതാണ് നമ്മൾ ടോട്ടൽ സൊല്യൂഷൻ. ഈ ടോട്ടൽ സൊല്യൂഷൻ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? ഈ സൊല്യൂഷനിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഫസ്റ്റായിട്ട് വരുന്നത് ഒരു എക്സ് ടേം വരുന്നുണ്ട്. അതിനൊരു കോൺസ്റ്റൻ്റ് ആണ്. എക്സ് ഒരു കോൺസ്റ്റൻ്റ് ആണ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഈ എക്സ്. രണ്ടാമത് വരുന്ന ഏതാണ്? ഒരു ഇ റേസ് ടു മൈനസ് റോ ഒമേഗ എൻ ടി, ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വരുന്നുണ്ട്. അതെങ്ങനെയാണ്? അതിൽ ടൈം ഇൻക്രീസ് ചെയ്യുന്ന കറസ്പോണ്ടിങ്, ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ടൈം ഇൻക്രീസ് ചെയ്യുന്ന കറസ്പോണ്ടിങ് ടൈം ഇൻക്രീസ് ചെയ്യാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ടൈം ഡിക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ടൈം ഇൻക്രീസ് ചെയ്യാം. ഇതിൻ്റെ കറസ്പോണ്ടിങ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ത് ചെയ്യും? ടൈം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ടൈം ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇ റേസ് ടു ഫംഗ്ഷൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി വരും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 0. അതാണ് സെക്കൻഡ്. ഇനി തേർഡ് എന്താണ്? ഒരു ഒരു ട്രിഗ്നോമെട്രി ഫംഗ്ഷനാണ്. ഫസ്റ്റ് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ എക്സ്, പിന്നെ എക്സ്പോണൻഷ്യൽ. മൂന്നാമത്തെ എന്താണ്? ഒരു ട്രിഗ്നോമെട്രി ഫംഗ്ഷനാണ്, സൈൻ ഒമേഗ ഡി ടി പ്ലസ് ഫൈ. ഇതിൻ്റെ നേച്ചർ എന്തായിരിക്കും? ഇത് പീരിയോഡിക് ആയിരിക്കും. ദാറ്റ് മീൻസ് റിപ്പീറ്റഡ് മോഷൻ ആയിരിക്കും. ഇതിനെ നമുക്ക് റിപ്പീറ്റഡ് മോഷനായിട്ട് കാണാം. ഓക്കെ, ഇതാണ് നമ്മൾ ടോട്ടൽ സൊല്യൂഷൻ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ത്രൂ ഔട്ടായിട്ട് നമ്മളെല്ലാ ഏരിയയിലും ചെയ്യുന്നത്. എക്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ കാണാൻ പഠിക്കണം. ലോഗരിതമെറ്റിക്കിന് വേണ്ടിയായിരുന്ന അടുത്ത ടോപ്പിക്ക് നമ്മൾ ഡെറിവേഷൻ വരുന്നുണ്ട്, പ്രോബ്ലമായിട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ നേരിട്ട് ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ ഇനി ബൗണ്ടറി കണ്ടീഷനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട്. മേ ബി അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, ഡെറിവേഷനായിട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പ്രോബ്ലത്തിൽ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ കാണാൻ പഠിക്കുക. അടുത്ത ടോപ്പിക്കിൽ നമുക്ക് അടുത്ത വീഡിയോ ലെക്ചേഴ്സായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.